സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പഴയകാല റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓട്ടട. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓട്ടട തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ്. മെഷറിംഗ് കപ്പിന് 2 കപ്പ് പൊടിയാണ് ഓട്ടട ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതേ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് മാവൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് പൊടി കുഴച്ചെടുക്കാം. ചപ്പാത്തിയിലും കുറച്ചും കൂടി ലൂസായിട്ട് വേണം പൊടി കുഴച്ചെടുക്കാനായിട്ട്. പൊടിയെല്ലാം കുഴച്ച് കഴിഞ്ഞ് ലാസ്റ്റ് എത്ര വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് പറയാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ കുഴയ്ക്കുന്നതിലും കൈകൊണ്ടാകുമ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും. പൊടി കുഴയ്ക്കുന്നതിനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം 1 കപ്പ് വെള്ളം ഫുള്ള് ഒഴിച്ചു കൊടുക്കുകയും രണ്ടാമത് 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ 1/4 ഭാഗമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അടയ്ക്ക് ആവശ്യമായ ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അതിനൊരു ബൗളിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടി ശർക്കര ഉണ്ടയാണ് എടുത്തിരിക്കുന്നത്. അതേ തേങ്ങയിലേക്ക് ചെറിയതായിട്ട് ചീകിയിട്ട് കൊടുക്കാം. ശർക്കര ഉണ്ടയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ശർക്കര ഉണ്ടയുടെ പകുതിയോളം ചീകി എടുത്തിട്ടുണ്ട്. മധുരമെല്ലാം അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരു നോർമൽ മധുരം ആയിരുന്നു അടയ്ക്കുണ്ടായിരുന്നത്. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. വാഴയിലയിലാണ് അട പരത്തിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു വാഴയില ക്ലീനാക്കി കഴുകിയെടുക്കാം. അതിലേക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു ഉരുള എടുത്ത് വെക്കാം. കൈ ഒന്ന് ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം അട പരത്തിയെടുക്കാനായിട്ട്. അതാകുമ്പോൾ മാവ് കയ്യിൽ പറ്റിപ്പിടിക്കത്തില്ല. കൈകൊണ്ട് ഇതുപോലെ ഇലയിൽ മാവ് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ കട്ടി കുറഞ്ഞ് പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കണം. ഇത് എല്ലായിടത്തും സ്പ്രെഡ് ആകുന്ന പോലെ നിരത്തി കൊടുക്കണം. തേങ്ങയുടെ ഈ കൂട്ട് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ഇല 2ആയിട്ട് മടക്കിയെടുക്കണം. ഒരു പഴയ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഈ പഴയ പാൻ ഇല്ലെങ്കിൽ ചട്ടിയാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തിയ അട ഇട്ട് കൊടുക്കാം. അട വെച്ച് കൊടുത്തതിന് ശേഷം കൈകൊണ്ടേ ഒന്ന് നല്ലവണ്ണം അമർത്തി കൊടുക്കണം. അതിന് ശേഷം ഒരടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം അടയുടെ പുറത്ത് വെച്ച് കൊടുത്താലും മതി. ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുത്താലും നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടും. അതും അല്ലെങ്കിൽ ഒരടപ്പ് കൊണ്ട് അടച്ചു കൊടുത്താലും മതി. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം അടപ്പ് മാറ്റി ചട്ടുകം കൊണ്ട് അടയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ വശം ഇലയൊക്കെ നല്ലവണ്ണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി മറുവശവും അതുകൂട്ട് തന്നെ ഒന്ന് വെച്ച് അമർത്തി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് മൊരിയിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഇലയൊന്ന് മാറ്റി നോക്കാം വെന്ത് വന്നിട്ടുണ്ടോ എന്ന്. നല്ലവണ്ണം വെന്ത് പുറം ഭാഗമെല്ലാം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ രീതിയിൽ ഓരോ അടയും നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ എടുത്ത ആ മാവ് കൊണ്ട് 4 ഓട്ടട ചുടാൻ കിട്ടിയിട്ടുണ്ട്. ഒരു പഴയകാല രുചിക്കൂട്ടായ ഓട്ടട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം.